ചുറ്റി നോക്കാം, നമുക്ക് പറ്റുന്നുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സാരി ചുറ്റിയത്. എല്ലാത്തിനും ഒരു അസൂയ എല്ലാവർക്കും ഇല്ലാതില്ല അല്ലേ. ഒരുങ്ങി നടന്നാലും വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കാനും വീട്ടിൽ എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുകയാണെങ്കിലും കണ്ണേറ് വരുന്നുണ്ട്. ഈ ലൈവിൽ കാണുന്നവരെല്ലാവരും ഇത് കണ്ടാലും നമുക്ക് പ്രശ്നമാണേ. എന്നാലും ശരീരത്തിൽ നല്ല വേദന ഉണ്ടായിരുന്നു, കയ്യും കാലും വയ്യ. ഒരു ടാബ്ലറ്റ് തന്നു വൈകിട്ട്, അത് കഴിച്ചിട്ടായിരിക്കുന്നത്. എന്നിട്ട് ഉറക്കം വന്നില്ല. ടാബ്ലറ്റ് കഴിച്ചിട്ട് ഉറക്കം വരും, അല്ലാതെ പ്രശ്നം ചുമ്മാ ഇരിക്കുമ്പോൾ ഉറക്കം വരും, ഇടയ്ക്കിടയ്ക്ക് ഉറക്കും, പെട്ടെന്ന് ഉണരുകയും ചെയ്യും ജോലിയുള്ളതുകൊണ്ട്. ശരി, അപ്പോൾ നമുക്ക് കിടക്കാം. ബൈ ബൈ സുഹൃത്തുക്കളെ, താങ്ക് യു സോ മച്ച്. ബിന്ദുവിൻ്റെ ലൈവിൽ 50 ലൈക്ക്. ബിന്ദു കഷ്ടപ്പെട്ട് എല്ലാ ലൈവിലും ചെന്ന് ആൾക്കാരെ വിളിച്ചു കൊണ്ടുവരും, അതാ അവർക്ക് 50 ലൈക്കൊക്കെ. ഓക്കെ എന്നാൽ അപ്പോൾ ബായ് ബായ് എല്ലാവർക്കും, ബായ് ബായ്. കണ്ണാടി ഇല്ലാതെ പറഞ്ഞ കണ്ണേറൊക്കെ ഉണ്ടാവും. ചില ഒരു മാമരത്തിൽ ഒരുപാട് മാങ്ങകളുണ്ടെങ്കിൽ കല്ലടിച്ച് വീഴ്ത്താൻ നോക്കും. അതേപോലെയാണ് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന രീതിയിൽ ജീവിതം ഉണ്ടെങ്കിലും കണ്ണേര് പറ്റും. അപ്പം അതിന് ഉപ്പും കുരുമുളക്, കടുക്, ഗ്രാമ്പ്, ഏലക്ക ഇതൊക്കെ കയ്യിൽ കരുതിയാൽ മതി. കർപ്പൂരം മാതിരി. അതായത് ഒരു വീട്ടമ്മയാണ് കോല ഇടേണ്ടത്, എന്നാലേ വീടിന് ഐശ്വര്യമുള്ളൂ. ഞാൻ കോലൊന്ന് വലിയ കോല ഇട്ടു. അത് രാവിലെ വൃത്തിയാക്കിയതിന് ശേഷം നല്ല വൃത്തിയായിട്ട് തന്നെ ആയിരുന്നു. വൈകിട്ട് ഒന്നുകൂടെ വൃത്തിയാക്കാൻ നോക്കിയപ്പം മൊത്തവും ചെളിയായിരുന്നുള്ളത്. അത് ഉൾട്ടാ മാതിരി വൃത്തിയാക്കും തോറും ചെളി ആയിക്കൊണ്ടിരിക്കുന്നു. അത് ഞാൻ മടുത്തിട്ട് മതിയാക്കി. കാലൊക്കെ ഭയങ്കരമായിട്ട് വേദന വന്നു തുടങ്ങി ഈ വെള്ളത്തിൽ നിന്നിട്ട്. അപ്പം എനിക്ക് തോന്നി ഇന്നത്തെ ദിവസം ഒന്നും ചെയ്യണ്ട, ഇന്ന് വിട്ടിട്ട് നാളത്തെ ദിവസം നമുക്ക് നോക്കാം എന്ന് വിചാരിച്ചു. ഓക്കേ ബായ്. ഇതാരാണ് ഇരിക്കുന്ന ഒരാൾ മുകളിൽ? 12 മണിയായിട്ടും. കല്ലുപ്പ്, കടുക്, കായമുളക്, പിന്നെ ചേച്ചിയുടെ വീട്ടിലുള്ള മണ്ണ്, എന്നിട്ട് 3 തവണ വീട് ചുറ്റുക. പിന്നെ 3 തവണ ചേച്ചി, മക്കൾ, ഹസ്ബൻഡ് അവരെ തലയിൽ 3 തവണ. അപ്പം നിങ്ങളുടെ മുസ്ലിംസിൽ മറ്റേ ഇതുപോലെ എല്ലാ കാര്യങ്ങളൊക്കെ ഭയങ്കര. ഞങ്ങൾക്ക് നമ്മുടെ തഞ്ചാവൂരിലിരിക്കുമ്പോഴേ അവിടെ മസൂദിയിൽ ഞങ്ങൾ ചെന്നിട്ട് ഭയങ്കര കണ്ണേറാണ്, വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറയുമ്പോൾ പേടിയാവുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെ മസൂദിയിൽ ചെല്ലുമ്പോൾ നമുക്ക് മന്ത്രിച്ച് തരും കേട്ടോ. നമ്മൾ ഹിന്ദുക്കളാന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തില്ല, നമ്മളെ അകത്ത് കയറ്റിയിട്ട് അവർ ഇങ്ങനെ ഒരു മയിൽപ്പീലി വെച്ചിട്ട് നമുക്കിങ്ങനെ തടവി തരും. അത് ഇങ്ങനെ അത് സമാധി പോലത്തെ ഒരു സാധനമുണ്ടല്ലോ, അതിൽ വെച്ചിട്ട് നമ്മുടെ തലയിൽ ഇങ്ങനെ ഒഴിഞ്ഞു തരും. അപ്പം അത് ചെയ്യുമ്പോൾ അത് കുന്തിരിക്കാൻ പുകയ്ക്കുന്നത്, ഇതൊക്കെ ഇപ്പം കണ്ടില്ലേ, കണ്ണേറിന് പറ്റിയതാണ് കുന്തിരിക്കാൻ പുകയ്ക്കുന്നത്. അതുകൊണ്ടാണ് മസ്ജിദിലും ചർച്ചിലൊക്കെ കുന്തിരിക്കാൻ പുകയ്ക്കുന്നത് അല്ലേ. അമ്പലത്തിലുണ്ട് കുന്തിരിക്കാൻ പുകയ്ക്കുന്നത്. പിന്നെ അമ്പലത്തിൽ തുളസി നീരുണ്ട്, കർപ്പൂരമുണ്ട്. അതെ, തുളസി വളരെ നല്ലതാണ്. തുളസി നല്ല ലൈറ്റായിട്ട് ഉണക്കി പൊടിച്ചതിന് ശേഷം അത് ധൂപത്തിലിട്ട് കത്തിച്ചാലും വീട്ടിൽ നെഗറ്റീവ് എനർജി മാറുന്നു. അടുപ്പിൽ തീ കത്തുന്ന അടുപ്പിലിടുക, എല്ലാ കണ്ണേരും. താങ്ക് യു സവാദെ. അതെനിക്ക് കുറച്ച് ദിവസമായിട്ടുണ്ട്. അല്ലാതെ മുഖം കണ്ടില്ലേ, മുഖം കറുത്തോണ്ടിരിക്കുകയാണ്. വെയിലത്ത് ചുറ്റി ഞാൻ ജോലി ചെയ്യണോണ്ടാണ്. കഷ്ടപ്പെട്ട് ജോലി ചെയ്യണമെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഒന്ന് വൃത്തിയാക്കി ഇടണം. പഴയ പോലെ നെല്ലിയുടെ ഇലയൊക്കെ വന്ന് വീഴും. അപ്പം ഞാനിത് അടിച്ചു വാരി കൊണ്ട് കത്തിച്ചിട്ട് വരുമ്പോൾ വീണ്ടും വീണ് കിടക്കും. പിന്നെയും ഞാൻ എടുത്ത് ബ്രമ്പിലിടും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും വന്ന് വീഴും. അങ്ങനെ ഇല വീണോണ്ടിരിക്കുക. എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല. എന്നാലും ഈശ്വരന് വിളക്കൊളുത്തി. ഇന്നത്തെ ദിവസം സംഭവിച്ചതാണ്. ആ ചെളി വന്ന് കയറിയത് എവിടെ നിന്നാണേ. ആ പുല്ല് പറിച്ചപ്പോൾ കയ്യൊക്കെ ഒരേ നാറ്റം. അത്രയ്ക്ക് ഈ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഇത്ര വെയിലടിച്ചിട്ട് ആ വെള്ളം അവിടെ കെട്ടിക്കിടക്കുകയാണെങ്കിൽ നോക്കിക്കോ, അത് തീർച്ചയായിട്ടും കണ്ണേറാണ്. അത് മനസ്സിലായി എനിക്ക്. ഓക്കെ സവാദ്, താങ്ക് യു സോ മച്ച് മോനെ. നാളെ സൂനു ബ്ലോഗിൽ ഞാനും വരാം. പറ്റിയാൾ എത്ര മണിക്കാന്നൊന്ന് നോക്കുക, ഞാനും വരാം കേട്ടോ സവാദെ. ബായ് മോനെ. ആരാ രണ്ടാമത്തെ പൗസി വന്നോ? പൗസി മോളെ, നീ ഉറങ്ങിയില്ലടി പൗസി? ഓക്കെ ചേച്ചി, ബൈ മോനെ. കിടന്നുറങ്ങാം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കിടന്നുറങ്ങിയാൽ രാവിലെ എണീറ്റ് പണികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഗുഡ് നൈറ്റ് ഫൗസി, ഗുഡ് നൈറ്റ്. ഗുഡ് ഫൗസി. ആരാ രണ്ടാമത്തെ ആള്? ആരോ ഉണ്ട്. ഗുഡ് നൈറ്റ്.